രക്ഷിക്കപ്പെട്ടതിന് ശേഷം 3 രീതിയിൽ നമ്മുടെ ലൈഫ് പോകാൻ സാധ്യതയുണ്ട്. പ്രിയരെ, വിശുദ്ധ ബൈബിളിൽ പറയുന്നത് യേശു അന്ന് ആ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായി അത് ചെയ്തു. അടയാളങ്ങളുടെ ആരംഭം. ഗലീലയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഗലീലയിൽ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ മഹത്വം ഗലീല എന്ന പട്ടണം കണ്ടിട്ടില്ല. ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളെക്കുറിച്ച് ഗലീലയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നതല്ല, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിലിരുന്ന ജനം, മരണത്തിന്റെ നിഴലിലിരുന്ന ജനം ഒരു വെളിച്ചം കണ്ടു. ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ മേൽ ആ ഇരുട്ട് മാറി ഒരു വെളിച്ചം വ്യാപരിക്കാൻ പോകും, ഒരു വെളിച്ചം പ്രകാശിക്കാൻ പോകും. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ആ വെളിച്ചം വ്യാപരിക്കുക. എന്നാൽ ഇന്ന് പ്രിയരെ, ഞാൻ നിങ്ങളോട് കൈമാറുന്നത് നമ്മുടെ ലൈഫ്, ആ ലൈഫിൽ ദൈവമാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഓരോ സെക്കൻഡുകൾ, ഓരോ മിനിറ്റുകൾ ദൈവം തന്നിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പർപ്പസ് വെളിപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ 3 രീതിയിൽ ഒരു ദിവസം അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നാച്ചുറലായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ ആത്മീയ കാര്യങ്ങളാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, മെസ്സേജ് കേൾക്കുന്നു, മെസ്സേജ് പറയുന്നു, ഇങ്ങനെ ചർച്ചിൽ പോകുന്നു, കൂട്ടായ്മയിൽ കൂടുന്നു, സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു, പല ഗ്രൂപ്പുകൾക്കകത്തുണ്ട്. ഇങ്ങനെ സാധാരണമായി റൊട്ടീനായി പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നാച്ചുറലായിട്ടാണ്, മറ്റ് പ്രാക്ടിക്കലായിട്ടാണെങ്കിൽ ഓഫീസിൽ പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നാച്ചുറലായി റൊട്ടീനായി കാര്യങ്ങൾ പോകുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, പൈശാചികമായി ഒരു ദിവസം അവസാനിക്കാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ, പലവിധമാകുന്ന വിഷയങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പല പൈശാചിക ബന്ധനങ്ങൾ, എതിരുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ, കലഹങ്ങൾ, ഇങ്ങനെയുള്ള നിലവാരത്തിൽ ഈ തടസ്സങ്ങൾ വന്നിട്ട് ആ സൂപ്പർ നാച്ചുറലായി അവസാനിക്കേണ്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന സമയം, ഒരു പകൽ, ഒരു ദിവസം, അത് പൈശാചികമായി അവസാനിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ പർപ്പസ്. ഓരോ മിനിറ്റ്, ഓരോ സെക്കൻഡ്, ഓരോ നിമിഷവും, അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെ തീരണം, ഒരു ദിവസം എങ്ങനെ അവസാനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പർപ്പസ് ആണത്. യേശു പറഞ്ഞു, പകലുള്ളിടത്തോളം പിതാവിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം പിതാവിന്റെ പ്രവൃത്തിയാണ്. അത് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും, ഓരോ സെക്കൻഡ്, ഓരോ നിമിഷവും ഒരു ദിവസം സൂപ്പർ നാച്ചുറലായി അവസാനിക്കാനാണ് ദൈവത്തിന്റെ പർപ്പസ്. ദൈവം നമ്മളെ വിളിച്ചത്, അഭിഷേകം ചെയ്തത്. എന്നാൽ പലപ്പോഴും അത് പൈശാചികമായിട്ടോ നാച്ചുറലായിട്ടോ അവസാനിക്കുക. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കണം